ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാമേ. അങ്ങനെ ഇരിക്കെ നമ്മുടെ സച്ചി ഒരു ദിവസം ഒരു സ്കൂളിലേക്ക് ഓട്ടം പോവാണ്. അത് വേറെ ആരുടെയും സ്കൂളല്ല, നമ്മുടെ രവീന്ദ്രൻ ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ കയറി കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിപ്പം ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം ആ ഒരു സമയത്തേക്കൊക്കെ നമുക്ക് ഇനിയിപ്പം ഇതൊരു ടെലികാസ്റ്റിംഗ് കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനിടയിലും കുറേ സംഭവ വികാസങ്ങളൊക്കെ നടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചന്ദ്ര ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങുകയും ചന്ദ്രയ്ക്ക് കുറച്ച് സ്റ്റുഡൻസിനെ കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ മകൻ ആദി, അതുപോലെ ശ്രുതിയുടെ അമ്മയും ഇപ്പോൾ താമസിക്കുന്നത് ഇവരുടെ ആ ഒരു പരിസരത്ത് തന്നെയാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു നമ്മുടെ ശ്രുതിയെ. അത് വേറൊന്നും കൊണ്ടുമല്ല, ആ കുട്ടിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ ആ ഒരു അവസ്ഥയൊക്കെ ഇച്ചിരി ദയനീയമാണ് കേട്ടോ. പ്രായത്തിൻ്റെതായ രോഗങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് പിടിവിട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ശ്രുതിയുടെ അമ്മയൊക്കെ താമസിക്കുന്നത് ഇവരുടെ ആ ഒരു പരിസരത്താണ്. അവിടെ തന്നെ ഒരു സ്കൂളിലാണ് നമ്മുടെ ആദീനെ ചേർത്തിരിക്കുന്നത്. അപ്പം ആ ഒരു സ്കൂളിലെ കുറച്ച് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഡാൻസ് പഠിക്കാൻ വരുമ്പോൾ ചന്ദ്ര പിള്ളേരുമായിട്ട് ഭയങ്കര കൂട്ടാണ്. അപ്പം ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവിടുത്തെ സ്കൂളിലെ ഒരു ഫംഗ്ഷനിൽ ഇങ്ങനെ ആദീനെ കാണുകയും അവിടെ നമ്മുടെ ശ്രുതി നിൽക്കുന്നതൊക്കെ കണ്ടു. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നേ. അതിന്റെയൊക്കെ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്ര അന്വേഷിക്കുന്നുണ്ട്. അപ്പം അതിന്റെയൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നു, നമ്മുടെ രവീന്ദ്രന്റെ സ്കൂളിലേക്ക് ഒരു ഓട്ടം പോവുകയാണ്. അപ്പൊ രവീന്ദ്രൻ തന്നെ വിളിച്ചതാട്ടോ, ഒരു ജസ്റ്റ് ഒരു ഓട്ടം ഉണ്ട് മോനെ, ഇങ്ങോട്ടേക്ക് വാ, എൻ്റെ ഒരു സ്റ്റാഫിനാണ് പോകാനുള്ളത്. അപ്പം മോൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് നമ്മുടെ സച്ചിനെ വിളിച്ചു. സച്ചി ആ സ്കൂളിലേക്ക് പോവാണ്. അപ്പം സച്ചി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ സ്കൂളിൽ ചെല്ലുന്നു. ആ ഒരു എന്താ പറയുക, പാസഞ്ചർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ ഫോണൊക്കെ കുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് പെട്ടെന്ന് അവിടെ പരിചയമുള്ളൊരു മുഖം കാണുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ആദി. അപ്പം ആദീനെ കണ്ടത് ഓടി ചെല്ലുകയാണ് നമ്മുടെ സച്ചി മോനെ ആദി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ആദി ഭയങ്കര കളിയൊക്കെയാണ്. അപ്പൊ പെട്ടെന്ന് സച്ചിനെ ഇങ്ങനെ കണ്ടതും തിരിഞ്ഞു നോക്കിയിട്ട് അങ്കിളോ എന്ന് പറഞ്ഞ കുട്ടി ഓടി വരിക. അങ്കിൾ എന്താ അങ്കിളെ ഇവിടെ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അങ്കിളിന്റെ അച്ഛനേ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആണോ, പേരെന്താ, സാറാണോ അങ്കിളിന്റെ അച്ഛൻ? അല്ലല്ല, ഇവിടെ ഒരു ഓഫീസറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഡെയിലി വേജസിന് അവിടെ കയറിയതാണ് കേട്ടോ. ചുമ്മാതെയൊക്കെ ഇരിക്കല്ലേ, അപ്പൊ അതുകൊണ്ട് റിട്ടയർഡ് ഒക്കെ ആയതല്ലേ, ഇപ്പം ഡെയിലി വേജസിന് അവിടെ കയറിയതാണ്. അപ്പൊ അങ്ങനെ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, ആദ്യോട് ചോദിക്കുകയാണ്, അല്ല മോനെന്താ ഇവിടെ, മോന്റെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയോ? ഇവിടെയാണോ ഇപ്പൊ മോന്റെ വീട്? അതെ, എന്റെ വീട് ഇവിടെയാ, ഞങ്ങളിപ്പോ ഇവിടെയാ പഠിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ വരുന്നത്. അപ്പൊ കുട്ടീനെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് ശ്രുതിയുടെ അമ്മ ആ ഒരു സമയത്ത് തന്നെ എത്തി കേട്ടോ. ഇല്ലായിരുന്നെങ്കിൽ കുട്ടി ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞേനെ. ഏകദേശം കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് മനസ്സിലായിന്. പക്ഷെ ആ ഒരു സമയത്ത് ദൈവം എന്തോ നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തി. അങ്ങനെ ശ്രുതിയുടെ അമ്മ വന്നിട്ട് ഓടി വന്നിട്ട് എന്താണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും കുട്ടിയോട് ദേഷ്യപ്പെടുന്ന കണ്ടപ്പോൾ സച്ചി ചോദിച്ചു, അല്ല ആന്റി എന്തിനാ ആന്റിയോട് ദേഷ്യപ്പെടുന്നത്? എന്നെ കണ്ടിട്ട് ആന്റി എന്നാ മിണ്ടാത്തത്? സച്ചി, അത് പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടത് ഇവൻ ഇങ്ങനെയാന്നേ, അറിയത്തില്ലാത്തവരോടൊക്കെ പോയി മിണ്ടും. അതിന് ഇവൻ എന്നെ അറിയാലോ. അല്ല, അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്കും അവൻ അറിയത്തില്ലാത്ത ആൾക്കാരോട് മിണ്ടും. ഇവൻ മിഠായി ഒക്കെ മേടിച്ച് കഴിക്കും ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അല്ല, എന്നെ അറിയുന്നതല്ലേ ആന്റി? അത് ശരിയാ, മോനെ അറിയുന്നത്. അല്ല, മോനെന്താ ഇവിടെ? അത് പിന്നെ ഞാന് ഇവിടെ എൻ്റെ അച്ഛനെ ഇവിടെയാണ് ഇവിടെ ഓഫീസിലാണ് സ്റ്റാഫ് എന്തോ ഒരു ക്ലർക്കോ എന്തോ ആയിട്ടാണ് നമ്മുടെ രവീന്ദ്രൻ അവിടെ ജോലി കിട്ടിയത്. കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണ്, ഒരു സ്റ്റാഫാണ്, ഇവിടുത്തെ ഓഫീസിലെ ഒരു സ്റ്റാഫാണ് എൻ്റെ അച്ഛന്. അപ്പൊ അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ ഓട്ടം വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അല്ല, നിങ്ങൾ എന്ന് മുതലേ ഇങ്ങോട്ടേക്ക് താമസം മാറിയത്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ താമസിക്കുന്നത് അത് പിന്നെ അപ്പുറത്തെ ആ പരപ്പിന്റെ അവിടത്തെ ഉള്ള വളവിലത്തെ ആ പാലമില്ലേ? ഏത് പരപ്പ്? അല്ല, സച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും. അതുകൊണ്ടേ സച്ചി സമയമില്ല, ഞാൻ പോട്ടെ, മോനെയും വിളിച്ചോണ്ടേ ഞാൻ പോവുക, തീരെ സമയമില്ല. മാത്രമല്ല മഴയൊക്കെ വരാറായി, കൊടയും ഞാൻ എടുത്തിട്ടില്ല. മോനെ ആദി ബാ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളപ്പെട്ട് നമ്മുടെ ആദീനെ വിളിച്ചുകൊണ്ട് ഒരു പോക്ക് പോവാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ. എന്തോ പന്തികേടുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നമ്മുടെ സച്ചിക്ക് അറിയാം. അപ്പൊ സച്ചി ഇങ്ങനെ ചിന്തിക്കുക, എന്തായിരിക്കും, എന്തോ ഉണ്ടല്ലോ.
അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും സച്ചി ആ കേസ് അവിടെ വിട്ടു, ഓട്ടം പോകാനുള്ള ആൾ വന്നു, സച്ചി അങ്ങ് പോയി. ഈ സമയം പിന്നെ കാണിക്കുന്നത് രാത്രിയായി. നമ്മുടെ രേവതി കിച്ചണിലൊക്കെ ഇങ്ങനെ ഓരോ പണികളൊക്കെയാണ്. അപ്പൊ സച്ചി വന്നു, രേവതിയെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സച്ചി കയറി വരുന്നു. അപ്പൊ സച്ചിയോട് ചോദിക്കുകയാണ്, ചോറെടുക്കത്തെ സച്ചേട്ടാന്ന് ചോദിക്കുമ്പോൾ എനിക്കിന്ന് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു, എൻ്റെ ഒരു പാസഞ്ചർ എനിക്കിന്ന് ചോറ് മേടിച്ച് തന്നായിരുന്നു, അപ്പൊ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. ചോറല്ല എന്തോ ചപ്പാത്തിയോ മേടിച്ച് തന്നു, അപ്പൊ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. ആണോ, ആ എങ്കിൽ പിന്നെ ഞാൻ പാത്രം കഴുകി വെക്കാൻ പോവാ, ഞാൻ വെച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് സച്ചി പറയുന്നത്, അത് പിന്നെ രേവതി നിന്നോട് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, നമ്മുടെ ആദിയില്ലേ, ആദിനെ ഞാൻ കണ്ടായിരുന്നു. ആണോ, എവിടെ വെച്ച്? അതെ, ആദി പഠിക്കുന്നത് ഏത് സ്കൂളിലാണെന്നറിയാമോ? നമ്മുടെ അച്ഛൻ ജോലിക്ക് പോകുന്നില്ലേ, ആ സ്കൂളിൽ ആദി പഠിക്കുന്നത്. ഇവിടെ തൊട്ടടുത്താണല്ലോ. അപ്പം അതേന്നേ. പക്ഷേ ഉണ്ടല്ലോ രേവതി, ആദിയുടെ അമ്മയില്ലേ, ആന്റിക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട്. ആദിയുടെ മുത്തശ്ശി എന്നാട്ടോ പറയുന്നത്, മുത്തശ്ശിക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട്. എന്തോ നമ്മൾ പേടിക്കുന്നത് പോലെയോ ഭയക്കുന്നത് പോലെയോ ദേഷ്യമുള്ളത് പോലെയോ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുക. പോ സച്ചേട്ടാ, സച്ചേട്ടൻ അല്ലെങ്കിൽ എല്ലാം സംശയത്തിന്റെ കണ്ണിലല്ലേ കാണുന്നത്. അല്ല രേവതി, അതൊന്നുമല്ല. ഞാൻ ആ കുട്ടിയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആന്റി പെട്ടെന്ന് എന്നെ കണ്ടതും ആ കുട്ടിയും പിടിച്ചോണ്ട് പോയി. ഞാൻ എവിടെയാ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഏതോ പരപ്പോ പാലോ അങ്ങനെയൊക്കെ പറഞ്ഞതല്ലാതെ കറക്റ്റായിട്ട് എനിക്ക് സ്ഥലം പറഞ്ഞും തന്നില്ല. എന്തൊക്കെയോ ആന്റി ഒളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. അല്ല, അവരിപ്പം എന്തിനാ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നത്? അതിന്റെ കാര്യം എന്താ ആദിയുടെ അമ്മയ്ക്കുള്ളത്? അതൊന്നും സാരമില്ല. നമുക്കൊരു ദിവസം സ്കൂളിൽ പോയിട്ട് ആദ്യയോട് ചോദിക്കാം വീട് എവിടെയാ, എന്നിട്ട് നമുക്ക് ആദ്യനെ പോയി കാണാം. അവന് പോകുമ്പോൾ നമുക്ക് കുറച്ച് ചോക്ലേറ്റും ഉടുപ്പൊക്കെ മേടിച്ചുകൊണ്ട് പോകാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് രേവതി. അപ്പൊ രേവതിക്കും ആദ്യനെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇത് നമ്മുടെ ശ്രുതി മാറി നിന്ന് കേൾക്കാണ്. അപ്പൊ ശ്രുതി ഇത് കേട്ടത്, എൻ്റെ ഈശ്വര, ഇതെന്താ ഗതി ഇത്? എവിടെ പോയാലും ഇവര് ജീവിക്കാൻ സമ്മതിക്കുവരല്ലോ. അമ്മ എന്തിനാ ഇവന്റെയൊക്കെ മുമ്പിൽ ചെന്ന് ചാടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ട് ആകെ പെട്ടുപോകുമല്ലോ നമ്മുടെ ശ്രുതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ, അങ്ങ് മാറി അങ്ങ് പോയി. ശ്രുതി മാറിപ്പോയിട്ട് നേരെ ഫോൺ എടുത്ത് വിളിച്ചിട്ട്, അമ്മ എന്ത് പണിയാ അമ്മയെ കാണിച്ചത്? അമ്മ എന്തിനാ ഇന്നാ സച്ചിയുടെ മുമ്പിൽ ചെന്ന് ചാടിയത്? അത് പിന്നെ മോളെ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചാടിയതല്ല, ഒരബദ്ധം പറ്റിപ്പോയതാ. അതെ, അവിടെയാണല്ലോ നിന്റെ അമ്മായിയച്ഛൻ ജോലിക്കുള്ളത്. അതൊക്കെ അവിടെയാ. എന്ത് ചെയ്യാനാ, ഇപ്പൊ അവിടെ ജോലി കിട്ടിയിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്നൊന്നും. ഞാനിനി എങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നത്? വല്ല സ്റ്റാഫ് മീറ്റിംഗും ഒക്കെ വിളിക്കുകയാണെങ്കിൽ ഇനി വേറെ ആരെങ്കിലും വിടേണ്ട വരും എന്നൊക്കെ പറയാ. അല്ല മോളെ, ഇത് എത്രത്തോളം പോകും മോളെ? സത്യങ്ങളൊക്കെ ഇതുവരെ നീ തുറന്നു പറഞ്ഞില്ലേ? അമ്മ എന്താ ഈ പറയുന്നത്? സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിന്റെ ആ നിമിഷം ഞാൻ ആ വീടിന് പുറത്താകും. പറഞ്ഞല്ലോ, ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ചു വെക്കട്ടെ, അത് കഴിഞ്ഞൊരു വീടൊക്കെ ആയിട്ട് വേണം ശ്രുതിയോട് പറയാൻ, എന്നിട്ട് ഞാൻ എൻ്റെ മോനെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ താമസിപ്പിച്ചോളാം എന്നൊക്കെ പറയാണ്. ഇതേ സമയം ഫോൺ വെച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ കയറി വരികയാണ്. വർഷയും ശ്രീകാന്തും കയറി വന്നിട്ട് വർഷ പറയാ, അതെ, എനിക്ക് പുതിയ ജോലി കിട്ടി, ഞാനിപ്പം ജോലി ചെയ്യുന്നത് എൻ്റെ ഭർത്താവിൻ്റെ റെസ്റ്റോറൻറ്റിലാണെന്ന്. ഇത് കേട്ടതും സച്ചി, ഇതെന്തു പറ്റി? അല്ല, അടുക്കളയിൽ പോലും കയറാൻ മടിക്കുന്ന എൻ്റെ അനിയത്തി ഹസ്ബൻഡിന്റെ ഹോട്ടലിൽ ജോലിക്ക് കയറിയെന്നോ? എന്താ ശ്രീകാന്ത് ഇത്? എന്താ നിന്റെ ഭാര്യയ്ക്ക് വട്ട് പിടിച്ചോ? വട്ടൊന്നും പിടിച്ചില്ല, സച്ചേട്ടാ, ഇവളെ എൻ്റെ കൂടെ ജോലിക്ക് കയറി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി, എൻ്റെ ഈശ്വര, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? പക്ഷേ സത്യമാണോ? സത്യം ചേച്ചി. അതെ, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യണം. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഞാൻ ഡബ്ബിങ്ങിനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഭർത്താവ് രാത്രി വരുന്നു, ഞങ്ങൾ കിടന്നുറങ്ങുന്നു. അല്ലെങ്കിൽ ചില സമയം എനിക്ക് വർക്ക് കാണും, അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകും. തീരെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് ഒരു ജോലിയിലൊക്കെ ആണെങ്കിലേ എപ്പോഴും കാണാമല്ലോ. അപ്പം ഈ ആത്മബന്ധം വളരും, അപ്പം സ്നേഹമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതാ, ഇവന്റെ അസിസ്റ്റന്റ് ആയിട്ടാ ഞാൻ നിൽക്കുന്നത്. എനിക്കും പഠിക്കണമല്ലോ കഞ്ഞിയും കറിയും വെക്കാനും ഒക്കെ. അത്യാവശ്യം അടുക്കളപ്പണി ഞാനും അറിഞ്ഞിരിക്കണ്ടേ. എല്ലാവരുടെയും കളിയാക്കലിൽ നിന്ന് എനിക്കും വേണ്ട ഒരു റിലീഫ് എന്നൊക്കെ നമ്മുടെ വർഷ പറയാണ്. അപ്പം വർഷയോട് നമ്മുടെ രേവതി പറഞ്ഞ നല്ല കാര്യമാ വർഷേ, നമുക്ക് കിട്ടുന്ന ചില സമയങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒഴിവാക്കി കളയാതെ എല്ലാ സമയങ്ങളും നമ്മൾ വിനിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കാം നമ്മുടെ വർഷേനെ കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ വരിക. രവീന്ദ്രൻ വന്നു, പുറകെ ചന്ദ്ര വന്നു. ചന്ദ്ര ഈ വിവരം അറിഞ്ഞു. ഈ വിവരം ചന്ദ്ര അറിഞ്ഞതോടെ, അയ്യേ, എന്തൊരു നാണക്കേടാ വർഷ മോളെ, നിന്റെ അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കുക? എൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കാനാ? എനിക്ക് ഇഷ്ടമുള്ള ജോലി ഞാൻ ചെയ്യുന്നു, അതിനിപ്പം അവരോട് എനിക്ക് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിഷ്ടമുള്ള ജോലി, എനിക്ക് ഒരു സന്തോഷം കിട്ടുന്ന ജോലി, അതെന്താണോ അത് ഞാൻ ചെയ്യുന്നു. അല്ലേ രേവതി ചേച്ചി? അങ്ങനെയല്ലേ വേണ്ടത്? അതെ, ഞാനും ഇനി മുതൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പോവാ. ഞങ്ങളും ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്കാണ് രവീന്ദ്രൻ പറഞ്ഞ, അല്ല, ഡ്രൈവിംഗ് സ്കൂളിന്റെ കാര്യം എന്തായി? അത് പിന്നെ ഡ്രൈവിംഗ് സ്കൂളിന് അച്ഛന്റെ പേരാ ഇടുന്നതെന്ന് നമ്മുടെ സച്ചു പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ
സുതി, ഓ ഞങ്ങള് അമ്മയുടെ പേരിട്ടോണ്ടായിരിക്കും അച്ഛന്റെ പേരിടുന്നത്. ദേ അമ്മയുടെ പേരിട്ടതിനെ കുറിച്ച് എടാ സുതി നീ കൂടുതലൊന്നും പറയില്ലേ, അവിടെ ഓട്ടക്കാരാ, നീ മിണ്ടാതെ അവിടെ ഇരുന്നോ. അമ്മയുടെ പേരിട്ട് പോലും അല്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഒന്ന് പരിങ്ങി. കാരണം നമ്മുടെ സച്ചി പറഞ്ഞിട്ടാണല്ലോ പേരൊക്കെ ഇട്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അതെ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുകയാണ്, വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു, ഏതായാലും നാളെ മറ്റന്നാൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങും, ഏതായാലും ഞാനാണ് ആദ്യം ഡ്രൈവിംഗ് സ്കൂളിൽ സ്റ്റുഡൻ്റ് ആയിട്ട് ചേരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ചന്ദ്രയ്ക്കൊരു പൂച്ചം, പിന്നെ ഇവളിനിയിപ്പം ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടങ്ങ് ഡ്രൈവറാകാൻ പോവല്ലേ, വട്ടാണോ ഓരോന്ന് കാണിക്കുന്നത്. എന്തേ നിനക്ക് എന്താ വട്ടുണ്ടോ രേവതി, നിനക്ക് ആ പൂ വിറ്റാണ്ടങ്ങനെ നടന്നാൽ പോരെ, ഇനിയിപ്പോൾ ആ വണ്ടി എടുക്കാൻ പോകാത്ത ആ വണ്ടി എടുത്തുകൊണ്ട് നടക്കണം. ഇത് കേട്ടത് രവീന്ദ്രൻ പറഞ്ഞു, എന്താ ചന്ദ്രേ, എടി പെണ്ണുങ്ങളെന്നോ ആണുങ്ങളെന്നോ ഇല്ല ഇപ്പൊ ഈ ഡ്രൈവിംഗ് പഠിക്കുന്നതിൽ. നീ ഈ വീട്ടിലിരുന്ന് ചുമ്മാ തിന്നു കൊടുക്കുന്നതല്ലാതെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങി, അത് പോരാഞ്ഞിട്ട് ഇപ്പൊ അത് നിർത്താനും നീ നോക്കിക്കൊണ്ടിരിക്കുക. പകുതി ദിവസം ക്ലാസ്സും എടുക്കൂല, കാല് വേദന, അവിടെ വേദന, ഇവിടെ വേദന. എന്താ ചന്ദ്ര ഇത്? ചെയ്യുന്നവര് ചെയ്യട്ടെ, അവൾക്ക് ഇനിയും സമയം കിടക്കല്ലേ, അവരൊക്കെ ചെറുപ്പക്കാരല്ലേ, ഡ്രൈവിംഗ് ഒക്കെ പഠിക്കട്ടെ. അല്ലെങ്കിലും ഒരാവശ്യം വരുമ്പോൾ വീട്ടിലെ സ്ത്രീകളും ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുന്നത് നല്ലതെന്നൊക്കെ പറയാണ്. ചന്ദ്രയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ ഇവിടെ കൊണ്ട് നിർത്താണ്. ഇനിയിപ്പം ബാക്കി കഥയായിട്ട് ഞാൻ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താട്ടോ. സ്ഥിരമായിട്ട് നമുക്ക് കഥയിടാൻ സാധിക്കുന്നില്ല, ഞാൻ പറഞ്ഞു, എനിക്ക് സമയം കിട്ടുന്നില്ല തീരെ. നമ്മൾ മറ്റ് 2 ചാനലിലും കൂടെ കഥയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതും കൂടെ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ കട്ടപ്പനയുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഞാൻ ഇടുക്കി കട്ടപ്പനയിലാണ് താമസിക്കുന്നത്, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ, എന്നോടൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറ, താല്പര്യമുള്ളവരാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കട്ടപ്പനയുടെയൊക്കെ അടുത്ത് ജോലി ചെയ്യാൻ, അതായത് നമ്മുടെ വീട്ടിൽ രാവിലെ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണേ. നമ്മുടെ വീട്ടിൽ രാവിലെ ഒരു 6 മണിക്ക് എത്തണം വീട്ടിൽ. 6 മണിക്ക് എത്തി 6 മണി മുതലുള്ള ജോലികൾ, അതായത് 6 മണി മുതൽ 10 മണി വരെയുള്ള ജോലി, അതായത് അത്യാവശ്യം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തേന് ലഞ്ചും ഒരു 2 കറി ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ വളരെ ഉപകാരം. അപ്പം അത്രയും സമയം മാത്രമേ ഉള്ളൂ. ഒരു നിങ്ങളുടെ ഇഷ്ടം, 6 മണി മുതൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോലി നിർത്തി. ഇപ്പം ജോലി എപ്പോഴാണ് കഴിയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ഈ പറയുന്ന പോലെ ചോറും കറിയും വെക്കാൻ അത്ര നേരം വേണ്ടല്ലോ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകാം. 1-2 മണിക്കൂറിനൊക്കെയുള്ള കേസേ ഉള്ളൂ. അപ്പം ആ ഒരു സമയം ആർക്കെങ്കിലും ജോലിക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും എന്നോട് കമൻറ്റിൽ ഒന്ന് പറയുക. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ജിൽഹാരിയയിൽ, അതായത് നമ്മൾ ജിൽ ജിന്നുവിനകത്ത് നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അതായത് നമ്മുടെ ക്ലോത്തിങ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി ഒരു കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താലും മതി. ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇങ്ങനെയൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടല്ലോ, അപ്പം അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ മക്കൾക്ക് പോകേണ്ടത് 9 മണിക്കാണ്, അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആകണം. അപ്പോൾ ഒരു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആകണം. അപ്പോൾ ആ ഒരു രീതിയിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ച്, ഒരു 2 കറി, പിന്നെ അത്യാവശ്യം തൂക്കാനും തുടയ്ക്കാനും ഒരു ചെറിയ വീടാണ്, അത്യാവശ്യം ഒരു ഹോളും 2 റൂമും കിച്ചണ്, പിന്നെ ഒരു ചെറിയ വർക്ക് ഏരിയ പോലെ. അപ്പം അത്യാവശ്യം ഒരു ഫ്ലാറ്റാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം അത്യാവശ്യം ഒരു ചെറിയ റൂം തുടച്ച് തൂത്ത് ഇടുക, അത്രേ ഉള്ളൂ. വേറൊരു പണിയില്ല. തുണിയലക്കലോ മുറ്റമടിക്കലോ അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കട്ടപ്പന ഭാഗത്തുണ്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞാനൊരു ചെറിയ ജോലി തരാമേ. വേറെ ഒന്നിനും അല്ല, എനിക്ക് പണി ചെയ്യാൻ മടിയായിട്ടല്ല, സമയം തീരെ തികയുന്നില്ല. ഒരു ആളെ ഇങ്ങനെ ജോലിക്ക് നിർത്താൻ ഭയങ്കര പാടാന്ന്, ആൾക്കാരെ നമുക്ക് കിട്ടാനില്ല. ഒന്നാമത് നമുക്കിങ്ങനെ ജോലിക്ക് നിർത്തി ശീലമില്ല, ആരുടെയും നമ്പറൊന്നും നമ്മുടെ കയ്യിലില്ല. ഇപ്പം ഏജൻസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തരുമായിരിക്കും. ഏതായാലും നമുക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം പിന്നെ കട്ടപ്പനയ്ക്കടുത്ത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് സഹായിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സമയത്തുള്ള ശമ്പളം ഞാൻ തരാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.